ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ തെയ്യം തീരുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് വണ്ടിയൊക്കെ ചവിട്ടി നോക്കും, വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അങ്ങനെ അവസാനം കസിനെ വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തി ഞാനും അവനും കൂടെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് വിട്ടു. നല്ല വെയിലാണ്. ആ വെയിലത്ത് ഞാനും അവനും കൂടെ നേരെ വെച്ച് പിടിച്ചു. പോകുന്ന വഴിക്ക് വഴിയൊക്കെ പണിയെടുക്കുന്നതുകൊണ്ട് പയ്യെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ ആ വെയിലെല്ലാം കൊണ്ട് നേരെ പാഞ്ഞ് പോയി. അങ്ങനെ അവസാനം സ്ഥലമെത്തി. സ്ഥലം വരുന്നത് ഉളിക്കല്ല് കോക്കാനാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മ വീടാണ്. അങ്ങനെ സ്ഥലമെത്തി. ചെല്ലുമ്പോഴേക്കും നല്ല ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു. എത്ര വല്ല വെയിലാണേലും നാട്ടിൽ തെയ്യം നിറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ കൂടും. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നപ്പോഴേക്കും അവിടെ തെയ്യം കുറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 4 തെയ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ച സമയമാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുത് കുറി കൊടുക്കാൻ വേണ്ടിയെല്ലാം നിന്ന്. നല്ല വെയിലാണ്, നോക്കുമ്പോൾ തന്നെ തിരിയുന്നുണ്ട്. നല്ല ചുട്ട കൊള്ളുന്ന വെയിലാണ്. ആ വെയിലത്ത് ഇഷ്ടംപോലെ ആൾക്കാരും. തെയ്യങ്ങളെ സമ്മതിക്കണം. അങ്ങനെ ഞങ്ങൾ കുറിയെല്ലാം കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഉച്ചിട്ട പകുതി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തീക്കനെല്ലാം സെറ്റായി. തെയ്യം കെട്ടി ഇറങ്ങി ഞാനും കാണാൻ സാധിക്കുന്നതാണ്. ആ ഭാഗത്തൊന്നും ഒട്ടും നിൽക്കത്തില്ല, ഭയങ്കര വെയിലാണ്. പോരാത്തതിന് അവിടെ തീക്കനലും കൂടെ കൂട്ടികൾ കൊണ്ട് ആ ഭാഗത്തേക്ക് എടുക്കത്തില്ല. അതിലേക്കാണ് ഈ തെയ്യം ചാടാൻ പോകുന്നത്. നല്ല അവിടുത്തെ അവസാനത്തെ തെയ്യമാണത്. ആ തെയ്യം കൂടി കെട്ടിയിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ വർഷത്തെ തെയ്യകാലം അവസാനിക്കുകയാണ്. ഒരു കൂടിക്കാഴ്ച ഉണ്ട് ഈ തെയ്യങ്ങളുടെ എല്ലാം. അതുപോലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വർഷത്തെ തെയ്യം തന്നെ അവസാനിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ആ തെയ്യം കൂടെ കെട്ടിയിറങ്ങി അതിൻ്റെ തോറ്റപ്പാട്ടെല്ലാം പാടി അതെല്ലാം കേട്ടു. തെയ്യം കെട്ടിയിറങ്ങി കഴിഞ്ഞിട്ട് ആ തീക്കല്ലിലോട്ട് പോയി ചാടുന്നതാണ് ആ തെയ്യത്തിൻ്റെ പ്രധാന രക്ഷമെന്ന് പറയുന്നത്. അതാണ് ഒരു പ്രത്യേക തെയ്യമാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്, തമാശക്കാരിയാണ്. എല്ലാവരും ഭയങ്കര തമാശ പറഞ്ഞ് ചിരി കേൾക്കാൻ നല്ല രസമാണ്. അങ്ങനെ തെയ്യം ചാടി ആ ഭാഗത്ത് നിൽക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞാനത് ഏറ്റവും പുറകെ നിന്നിട്ടാണ് വീഡിയോ എടുത്തത് തന്നെ. കാരണം ആ ഭാഗത്തെ നിൽക്കുമ്പോൾ ചുട്ട് പഴുക, ആ ചൂടിലാണ് അവരെല്ലാം നിന്ന് ആ തെയ്യത്തെ ചാടിക്കുന്നതും കനെല്ലാം കോരിയിടുന്നതും. ഒരു വക ഒന്നാമത് ഈ മാർച്ചിലെ ചൂടെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ചൂടാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ ചൂട് കൂടുതലുമാണ്. അങ്ങനെ തെയ്യമെല്ലാം ചാടി ആ തെയ്യത്തിന് കുറേ കളികൾ കാണാൻ സാധിക്കുന്നതാണ്. തമാശയാണ്, ഭയങ്കര തമാശയാണ്. ഫ്രണ്ട്ലിയായിട്ടുള്ളൊരു തെയ്യമാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ അവിടെ ഞങ്ങൾ നേരെ പോയി ചോറ് കഴിക്കാൻ വേണ്ടി ക്യൂ നിന്നു. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഒരു ചായയും കഴിച്ചിറങ്ങിയതായിരുന്നു. അങ്ങനെ നേരെ പ്ലേറ്റെല്ലാം മേടിച്ച് ചോറ് മേടിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു. 4 കൂട്ടം കറി, പായസം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് സദ്യയെല്ലാം കഴിച്ച് ചൂടിൻ്റെ ക്ഷീണം മാറാനായിട്ട് ഒരു ഐസ്ക്രീമെല്ലാം ഞങ്ങൾ മേടിച്ച് കഴിച്ച് പിന്നെ കുറച്ച് നേരം ഉത്സവപ്പറമ്പൊക്കെയല്ലേ വായെല്ലാം നോക്കി നടന്ന് പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.